Okay. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പേഴ്സ് ഓഫ് ഫെയ്ത്തിന്റെ 33ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമുക്കറിയാവുന്നതുപോലെ ഖദീജ രൂപതയാണ് നമ്മളോട് അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഖദീജയായിട്ടുള്ള സംസാരത്തിൽ ആദ്യത്തെ ദിവസം തന്നെ എല്ലാം പറഞ്ഞ് കഴിയുമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും എന്താ പറയാ, ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറയുമ്പോഴും ആദ്യത്തെ ഒരാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഒരുപാട് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ആഴ്ചയിലേക്കുള്ള നല്ലൊരു സംസാരവും നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിച്ച ഒരു ക്ലാസ് ആയിരുന്നു പേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, പിന്നെ യൂട്യൂബിൽ അങ്ങോട്ട് പറഞ്ഞിട്ടാ പോരെ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് സൂമിൽ ഇങ്ങനെ ഈ ഒരു നേരത്ത് ജോയിൻ ചെയ്ത് നിങ്ങളെ ഒക്കെ നിങ്ങളോട് നേരിട്ട് ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഒരുപാട് എന്താ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും എന്താ പറയാ, ഒരുപാട് ആളുകളുമായിട്ട് നല്ലൊരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ഖദീജ രൂപിതയെ നമുക്ക് പേഴ്സ് ഓഫ് ഫെയ്ത്തിന്റെ 3ാമത്തെ ഭാഗം സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാം. ഖദീജ, വെൽക്കം. ജോയിൻ ചെയ്തല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഷാത്ത? എന്തോ എന്തോ മ്യൂട്ടായി പോയി. കുഴപ്പമില്ല. അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിന്റെ ഒരു തുടർച്ച എന്ന പോലെ തന്നെ ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് പിന്നെ മനസ്സിലാവും മുമ്പ് എന്തായിരുന്നു ഖദീജ പറഞ്ഞിരുന്നത് എന്നുള്ളത്. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാനും യൂട്യൂബിൽ ഇടാനും സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഖദീജ അങ്ങനെ ഒരു എന്താ പറയാ, അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ചോദിച്ചു പോവുകയാണ്. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിവാഹത്തിനോട് ആ ഒരു പ്രായത്തിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു എതിർപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നാമത് ആ ഒരു പിന്നെ ഹിന്ദു ഫാമിലിയിലൊക്കെ വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. ഇപ്പൊ എനിക്കൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മളുടേതായ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുക, മറ്റു കാര്യങ്ങൾ, ഇങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ ഇന്നും ആ എന്താ പറയാ, നമ്മുടെ ജനറേഷൻ, പുതിയ ജനറേഷൻ ഇത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. പക്ഷെ അതിന്ന് ഖദീജ ബീബിയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഖദീജ ബീബി ആയി റസൂലുള്ളാന്റെ വൈവാഹിക ജീവിതം കണ്ടിട്ട് അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും സക്സസ്ഫുൾ ആയിട്ട് പിന്നെ വിവാഹ ജീവിതം കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്നത്തൊക്കെയോ വേണ്ടിയിട്ട് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് അവർ ജീവിച്ചു എന്നുള്ളൊരു തോന്നൽ എനിക്കിങ്ങനെ ഉണ്ടായി. അപ്പൊ അതേപോലുള്ള പല അനുഭവങ്ങളും എടുത്ത് പറയാനുണ്ടോ സഹാബത്തിന്റെ അടുത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇപ്പൊ ഒരു വൈവാഹിക ജീവിതത്തിനെ ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഖദീജ ബീവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ജീവിതത്തിനെ പഠിച്ചപ്പോഴാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് വിവാഹം എന്ന് പറയുമ്പോൾ അന്നത്തെ സമയത്തൊന്നും സോഷ്യൽ മീഡിയ, അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊന്നും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് എന്തല്ല സജീവമല്ലായിരുന്നു. പക്ഷെ എങ്കിൽ കൂടിയും അന്ന് ഈ വിവാഹം നമുക്ക് എന്തിന് എന്നുള്ളത് ഫ്രണ്ട് സർക്കിളിലൂടെയും അതേപോലെ തന്നെ കസിൻസിലൂടെയും ഒക്കെ നമുക്ക് വന്നൊരു സാധനമാണ്. എന്തിനാണ് ഒരു പെണ്ണിനെ തളച്ചിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, വിവാഹം കഴിക്കുന്നതിലൂടെ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലങ്ങോട്ട് ഒതുങ്ങി കൂടുന്നതിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിലൊക്കെ, അതായത് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ഇല്ലാണ്ടാവുകയാണ് എന്തിലൂടെ, വിവാഹത്തിലൂടെ എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിൽ കിട്ടുന്നത് കൂടി തന്നെ നമുക്ക് അതിനോടൊരു വെറുപ്പ് തോന്നുകയാണ്.
ഒരു ഇഷ്ടമില്ലായ്മയല്ല, ഒരു വെറുപ്പാണ് സത്യം പറഞ്ഞാല്. അതായത് വിവാഹം വന്നത് നമുക്ക് ആലോചിക്കുമ്പം, അതായത് നമ്മൾ കാണുന്നതും പലതും അങ്ങനെയാണ്, അങ്ങനെയായിരുന്നു സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്തും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ അവിടെ നമ്മളുടെ അടുത്തൊക്കെ ഫുള്ളും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ജീവിത രീതി നമ്മൾ കാണുന്നതും പറഞ്ഞാല് എങ്ങനെയാ വെച്ചാൽ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അടുപ്പം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ മക്കളൊക്കെ ആയി കഴിഞ്ഞ്, മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞാല് സത്യം പറഞ്ഞാല് ഭാര്യയും ഭർത്താവും ഒരു റൂമിൽ കിടക്കാത്ത അതുപോലും ഉണ്ട്. അപ്പൊ നമുക്കും തോന്നുന്നത് ശരിയായിരിക്കാം. അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒക്കെ അപ്പൊ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഇപ്പൊ അങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടത് കൊണ്ടും ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇവരൊരു ജീവിതത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അതിശയം തോന്നിപ്പോയി. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 25 വയസ്സിലാണ് ഖദീജ ബീവിനെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഖദീജ ബീവിക്ക് 40 വയസ്സായിട്ടുണ്ട്. അപ്പം റസൂൽ എന്ന് പറയുന്ന ആൾക്ക് എന്തില്ല, ഉമ്മയില്ല, സഹോദരിയില്ല, ഒരു പ്രണയിനി എന്ന് പറയാൻ ഒരാളില്ല. അപ്പൊ ഇതൊക്കെ ആയി മാറണ ഖദീജ ബീവി, അത് എത്രാമത്തെ വയസ്സിൽ? 40-ാമത്തെ വയസ്സില്. ആ ഒരു ഉമ്മാന്റെ ഒരു കെയറിങ് കൊടുക്കുന്നുണ്ട്. ഒരു പ്രണയിനിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം റസൂലിന് നൽകുന്നുണ്ട്. അപ്പൊ അത്രയും പവിത്രമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ അവരിങ്ങനെ കടന്നു പോവാണ്. അപ്പൊ റസൂലും തന്നെ, ഖദീജ ബീവി എന്ന് പറഞ്ഞ റസൂലിന് അത്രത്തോളം എന്താ പറയാ, ഖദീജ ബീവി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രൂപത്തിലാണ്, ആ രൂപത്തിലാണ് ഞാൻ ശരിക്കും അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്, എന്താണ് പഠിക്കണത്. അപ്പം എന്താ പറയാ, ഇപ്പൊ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു സാധനമുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളുണ്ടാവും. എന്താ പറയാ, വേറെ പല പല പണികളും വീടുകളിലുണ്ടാവും. അപ്പൊ ഖദീജ ബീവിക്കും ഇപ്പൊ സ്വഹാബ വനിതകൾ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരു പ്രത്യേകിച്ച് വേറെ തരത്തിലുള്ള ഒരു മനുഷ്യന്മാരോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു ശക്തിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണല്ലോ. അപ്പൊ എന്തൊരു സംഭവം ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിൽക്കാൾ ഉപരി അനുഭവിച്ചവരാണ് അവര്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ ഖദീജ ബീവിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ കുട്ടികളുണ്ടായിരുന്നു, കുട്ടികളെ നോക്കണമായിരുന്നു, വീട്ടിലെ പണികളുണ്ടായിരുന്നു, അത് ചെയ്യണമായിരുന്നു, വേറെയും കച്ചവടം കാര്യങ്ങൾ അങ്ങനത്തെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഖദീജ ബീവിക്കുണ്ട്. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നുണ്ട്. ഒരു ദൈവിക എന്താ പറയാ, ആ ഒരു ഇതിൽ പോണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഒരുപാട് ദിവസങ്ങളായിരിക്കണം. ഈ 55 വയസ്സായുള്ള ഖദീജ ബീവി ദിവസം അവർക്ക് ഭക്ഷണം കൊണ്ട് പോകുന്ന കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും പറയാ? അപ്പൊ നമ്മളെ ഭർത്താക്കന്മാരെ കുട്ടികൾ ഇവരൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ എന്റെ റബ്ബേ തൊട്ട് നമ്മൾ കുറെ എന്തെങ്കിലൊക്കെ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോകാൻ കണ്ടുള്ളൂ, അങ്ങനെ ഇങ്ങനെ ഉണ്ടോ പറയും. പക്ഷെ അവരെ ജീവിതത്തിൽ നമുക്ക് 55 വയസ്സുള്ള ഒരു സ്ത്രീ, ആ ഒരു നമുക്കറിയാം, നമ്മള് ഉംറയ്ക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ആ മല നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഭയങ്കര സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സുഖം നമുക്ക് കയറി പോകാനായിട്ട്. എന്നാലും നമുക്ക് പ്രയാസമാണ് ആ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി മേലെ എത്തുമ്പോൾ. പക്ഷെ അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കി, അന്ന് സ്റ്റെപ്പ് ഉണ്ടായിരുന്നോ? കല്ലും മുള്ളും പാറയും അങ്ങനെ ഒരു മലയായിരുന്നല്ലോ. ആ മല ഈ ദിവസം കയറി ഇറങ്ങി ഭക്ഷണം കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സത്യം പറഞ്ഞാല് ആ ഒരു കടമ എന്നുള്ളതിൽ ഉപരിയായിട്ട് അവരൊരു സ്നേഹബന്ധമല്ലേ അവിടെ ശരിക്കും പറഞ്ഞാല്. എനിക്ക് കാണാൻ പറ്റിയത് അതാ. അതായത് ഖദീജ ബീവിക്ക് റസൂലിനോടുള്ള ആ ഒരു കെയറിങ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അതാണ് എനിക്ക് കാണാൻ പറ്റിയത്. അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും വിവാഹത്തിന് ഞാൻ ഇഷ്ടപ്പെട്ടത്. അവിടെ നിന്നാണ്. അതായത് ഒരു ആണിന് ഒരിക്കലും ഒരു പെണ്ണിന്റെ സഹായമില്ലാതെ എന്താ പറയാ, ഒരു പെണ്ണിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഉയർന്നു വരാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. റസൂലിനാണെന്നുണ്ടെങ്കിലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും ഇപ്പം മറ്റുള്ളവര് ഒരുപാട് റസൂലിനെ എന്ത് ചെയ്തിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു താങ്ങായിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിന്നത് ഖദീജ ബീവിയാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഖുറാന്റെ ആയത്ത് ഇറങ്ങിയപ്പോഴും പേടിച്ചു വരുന്ന റസൂലിനെ നമ്മളൊക്കെ എന്താ പറയാ, ഓ എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് നമ്മള് പേടിച്ചിട്ട് നമ്മളും കൂടെ പേടിച്ചിട്ട് ഇതാക്കുക ചെയ്യും. പക്ഷെ ഖദീജ ബീവി ഭയങ്കര പക്വതയോടുകൂടിയാണ് അത് ഇങ്ങോട്ട് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ, എന്താണ്, നിങ്ങൾ ദരിദ്രനെ സഹായിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല, നിങ്ങൾ കൈവിടില്ല, ധൈര്യം അങ്ങോട്ട് പകർന്നു കൊടുക്കുക. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയ ഒരു സാധനമാണ്. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കുടുംബ ജീവിതത്തിൽ വിജയിക്കാൻ ഏതൊക്കെ രൂപത്തിൽ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ശരിക്കും ഇവരുടെ ഒരു ജീവിതം എടുത്തു നോക്കിയപ്പോഴാണ് വിവാഹത്തിനോടൊരു ഇഷ്ടം തോന്നിയത് ശരിക്കും
ശരിക്കും ഖദീജ ബീവിൻ്റെയും ഇവരുടെയും ഒരു ലൈഫ് കണ്ടിട്ടാണ്. എത്ര കാലം കഴിഞ്ഞിട്ടും ആ ഒരു ഖദീജ ബീവിനെ റസൂൽ മറക്കണില്ല. ഏതൊരു കുട്ടി വരുന്നുണ്ടല്ലോ ഖദീജ ബീവിനെ, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഖദീജ ബീവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളോ ആരോ ആണ് റസൂലിന്റെ അടുത്തേക്ക് വരുന്നത്. ആയിഷ ബീവിയൊക്കെ കൂടി ഇരിക്കുന്ന സമയത്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ പോലും ഭയങ്കര ഒരു ഇതോട് കൂടിയിട്ടാണ് അവരെ സ്വീകരിക്കണം, സന്തോഷിക്കണതൊക്കെ. അപ്പൊ അതെന്തുകൊണ്ടാ വെച്ചാല് ഖദീജ ബീവിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവരെ ഒരു ഇതെന്ന് പറഞ്ഞല്ലോ, ഇപ്പം ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണെങ്കിലും അത് വേറെ ഏത് രൂപത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ മാത്രമാണ് അതിൽ ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ലൈഫിൽ, കുടുംബ ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് ഇവരെ ഒരു ലൈഫിലൂടെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കല്യാണം, എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് വന്ന സമയത്ത് നിച്ച് ഓഫ് ട്രൂത്തിന്റെ വഴി ഞാൻ 2ാം പ്രാവശ്യം വന്നത്. ആ സമയത്ത് പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. കാരണം ഒരാഴ്ച ഞാൻ വന്നു, പിറ്റത്തെ ദിവസമാണ് എന്നെ ഒരാൾ കാണാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമല്ലോ, എൻ്റെ അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഇവരുടെ ഒരു ലൈഫ് ഞാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ജോലി മതി എന്നുള്ളത്. കാരണം ജോലി ഒരു സ്ഥലത്ത് ടീച്ചറായിട്ട് ജോലി നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നതും ഒക്കെ റെഡിയായിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ പോവാനിരുന്നതും ഇരുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷേ നെക്സ്റ്റ് ഡേ, ഞാൻ വന്നതിന് നെക്സ്റ്റ് ഡേ തന്നെ എനിക്കിത് കൊണ്ടുവന്നപ്പം ഓക്കെ എന്ന് ഞാൻ പറയാനുള്ള കാരണം ചിലപ്പം ഇതായിരിക്കാം. കാരണം ആ ഒരു രീതിയിലുള്ള ലൈഫ് കണ്ട് പഠിച്ച് അതുപോലെ നമുക്കും ആവാൻ പറ്റും. ഇപ്പം എന്ത് പ്രയാസങ്ങളും ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനെ ഇവരെങ്ങനെയാണോ നേരിട്ട്, അത്രത്തോളമൊന്നും നമുക്ക് പറ്റില്ലെങ്കിൽ കൂടിയും അവരതിനെ നേരിട്ടത് ഈ രൂപത്തിൽ നേരിട്ടതാണല്ലോ. അതിന്റെ ചെറിയൊരു അംശമെങ്കിലും നമുക്കും ചെയ്യാലോ എന്നുള്ളൊരു രൂപം എനിക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര എൻ്റെ വൈവാഹിക ജീവിതത്തിൽ ഫസ്റ്റ് ഇവരെ സ്കൂളിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയാ, ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ട്രെയിനർ ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആരാണ് ആവേണ്ടത്, അതായത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നിട്ടോ, കല്യാണം കഴിഞ്ഞ ഉടനെയാണ് പറഞ്ഞത്, അപ്പൊ ഖദീജ ബീവിനെ പോലെയുള്ളൊരു ഇതാണ് ആവേണ്ടെന്നുള്ളത്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ ആ രൂപത്തിലുള്ളൊരു ആളാവാനാണ് ഇഷ്ടം എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും. അപ്പൊ അതാണ് എൻ്റെ ഒരു അതുമായിട്ട് ഖദീജ ബീവിയുമായിട്ടുള്ളൊരു അനുഭവം അങ്ങനെയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ഏത് കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഫാൻസ് അല്ലെ, ഒരുപാട് അങ്ങനത്തെ പല ആളുകളെയും ഫോളോ ചെയ്യുകയും പല പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇങ്ങനെ നമ്മൾ പിന്നാലെ കൂടുകയൊക്കെ ചെയ്യുന്ന സമയത്തും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 6ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച് പോയ ഒരു പറ്റം ആളുകളെ നമ്മളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്രയും ആളുകളുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ പലരെയും പിന്നാലെ അതെ, പോകുന്നത് ചിന്തിച്ചു പോവാണ്. അൽഹംദുലില്ലാ, അത് അതെ, അതെ. കേട്ട് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇഷാത്ത, ഇപ്പോഴത്തെ ഒരു കാലത്ത് കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ടേ പല പല സെലിബ്രിറ്റീസും ആയിക്കോട്ടെ, ഇപ്പൊ എത്ര വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒക്കെ ഇപ്പൊ ഒരു ലിവിങ് ടുഗദർ സ്റ്റൈലാണ് ഇപ്പം ജീവിച്ചു പോണത്. അപ്പം ഈ ഒരു കല്യാണം നല്ലതല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫ് മതി എന്ന് പറഞ്ഞ് കണ്ട് അതിൽ ഇൻസ്പയർ ആയിട്ട് നടക്കുന്ന കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഈ ചരിത്രങ്ങൾ കുട്ടികൾക്ക് ശരിക്കും നല്ല രീതിക്ക് നമുക്ക്, അതായത് ഈ സ്വഹാബ വനിതകളുടെ തന്നെ ചരിത്രങ്ങൾ നല്ല രൂപത്തിൽ കുട്ടികൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ വൈവാഹിക ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. അതെ അതെ വിവാഹത്തിനോടുള്ളൊരു ഇഷ്ടം കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് കരുതാറുണ്ട് പലപ്പോഴും. അതെ അതെ അതെ, ശരിക്കും അതങ്ങനെ മനസ്സിലാവും. കാരണം ഒക്കെ കണ്ടീഷൻഡ് ആണല്ലോ. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടണം, അങ്ങനെ ഭയങ്കര കരാറുകളും ഭയങ്കര ഇത് വെച്ചുകൊണ്ടാണല്ലോ ഓരോരുത്തരും വിവാഹത്തിലേക്ക് കടക്കുന്നത് തന്നെ. ഏതായിരുന്നാലും വേറെന്തെങ്കിലും ഇതേപോലെ സഹാബ സ്ത്രീകളോ മറ്റാരെങ്കിലും ഇതേപോലെ ജീവിതത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഘട്ടങ്ങളും ഒക്കെ വരുമല്ലോ ജീവിതത്തിൽ. ആ സമയങ്ങളിൽ ആരെങ്കിലും ഇതേപോലെ ഓർത്തു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവര് എനിക്ക് ഒരു പാഠമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ, ഖദീജ ബീബി അല്ലാതെ? ആ, ഖദീജ ബീവി അല്ല, നമുക്ക് പല സ്വഹാബ വനിതകളിൽ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് ഓർമ്മ വരുന്നത് ഉമ്മുമാറുണ്ട് റളിയല്ലാഹു അൻഹ. അപ്പൊ അത് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, നമ്മളവിടെ സുബൈർ പീഡിയക്കൽ അവരാണ്, അവരുടെ ക്ലാസ്സുകളാണ് ഞാൻ കൂടുതലും പോയി കാണാറുണ്ടാക്കുന്നത്. അപ്പൊ സുബൈർക്ക് നല്ല അടിപൊളിയായിട്ടാ ഇതൊക്കെ പറഞ്ഞുതരാം, ഭയങ്കര രസമായിരിക്കും. ഇങ്ങനത്തെ ചരിത്രങ്ങൾ പറഞ്ഞുതരാൻ ഒരു പ്രത്യേക കഴിവാ ക്ലാസ്സുകളിൽ. അപ്പൊ അതിലിങ്ങനെ ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത്, ഇവര് ഇപ്പൊ എങ്ങനെ ഉണ്ടല്ലോ ഇപ്പോ, എന്റെയൊക്കെ ആദ്യത്തെ ഒരു വിചാരം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു.
അപ്പൊ മുസ്ലിം സ്ത്രീ എന്ന് മാത്രമല്ല എല്ലാവരും ആ, 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 എന്താണ് അത് കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഇരുന്ന് കുട്ടികളെ പരിപാലിക്കുക, നമ്മളുടെ അതൊന്നും നോക്കാതെ അവർക്ക് വെച്ച് വിളമ്പോ അതാക്കുക, വേറെ പണിക്കോ അതിനൊന്നും പോകാണ്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൽ പല സ്വഭാവ വനിതകളും എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആരും അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ അടങ്ങിയിരുന്നിട്ടില്ല. ഇവർക്കൊക്കെ കുട്ടിയും കുടുംബവും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ യുദ്ധങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് പോയിട്ടുണ്ട്. അവര് പങ്കെടുത്തിട്ടുണ്ട്. പല യുദ്ധങ്ങളിൽ എടുത്ത് നോക്കിയാലും അതില് അവര് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതില് മുറിവ് പറ്റുന്ന ആളുകൾക്ക് പരിചരിക്കാനായിട്ടാണെങ്കിലും അതല്ലാതെയും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മാർ റളിയല്ലാഹു അൻഹ, അവരെങ്ങനെയാ വെച്ചാൽ ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് എന്താ പറയാ ഒരു പരിചരണം, അതൊരു ബാധ്യതയായി, ഒരു എന്താ പറയാ അവരെ പരിചരിക്കുന്നതിനുള്ള ഒരു ഇത് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഉമ്മുമാർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ന്റെ ഒപ്പം. അപ്പോൾ എന്താണ് ഇവർ ചെയ്യണത്, ഇപ്പം ഉഹുദ് യുദ്ധത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തില് ഇങ്ങനെ അന്ന് ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് തോൽവി എന്നുള്ളൊരു ഇതാണല്ലോ വരുന്നത്. ആ സമയത്ത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ വാളെടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുക, യുദ്ധക്കളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് റസൂലിനെ എന്താണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ റസൂല് പറയാണ്, ഞാൻ ഈ വലത്തോട്ട് നോക്കുമ്പോഴും ഇവരുണ്ട്, ഈ സ്ത്രീ ഉണ്ട്, വാളുകൊണ്ട് ആളുകളങ്ങനെ ഇതാക്കിയിടുക. ഇടത്തോട്ട് നോക്കുമ്പോഴുണ്ട്, പിന്നിലേക്ക് നോക്കുമ്പോഴുണ്ട്, മുന്നിലേക്ക്. അപ്പൊ എന്റെ ചുറ്റും ഇവരുണ്ടോ എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നിപ്പോയി. അങ്ങനെ ആവേശത്തോടു കൂടി എന്ത് ചെയ്യണം, ആളുകൾ അങ്ങനെ മറ്റുള്ള ശത്രുവിന്റെ എതിരെ റസൂലിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂല് വേറൊരാളോട് പറഞ്ഞു, അവർക്കൊരു പരിചയം നൽകുമെന്ന് പറഞ്ഞിട്ട് റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാ. അപ്പൊ അത്തരത്തില് യുദ്ധത്തിലെന്ന് മാത്രമല്ല എല്ലാ രംഗത്തും അവരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവരെ മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മകനെ കൊന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസൂലിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാളെ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ തെരഞ്ഞു പിടിക്കുക, കൊല്ലുന്നതിന് വേണ്ടിയിട്ടേ തെരഞ്ഞു പിടിച്ച് നടന്നിട്ട് അവരെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പത്തേനും അവര് വീണിട്ടുണ്ട്. പക്ഷെ അവരൊരു അന്ത്യം ഇവർ മുന്നിൽ കാണുകയാണ്. അപ്പം അത്രയ്ക്കും ധൈര്യം ഉണ്ടല്ലോ. ആ ഒരു ധൈര്യവും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ അവരെ കുറിച്ചൊക്കെ അറിയണ സമയത്ത് ഇങ്ങനെ പകച്ചു നിന്ന് പോകും. ഇതൊക്കെ നമുക്ക് സിനിമയിലേ കാണാൻ പറ്റുള്ളൂ. അത്തരം രംഗങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ യുദ്ധത്തിൽ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഇത് ചെയ്തിട്ടൊക്കെ ആ ഒരു രംഗവും കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ഒരു സിനിമ പോലെയുള്ള. അപ്പൊ അത്തരം രംഗങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ ആളുകളാണ് ഇത്തരം ആളുകൾ. അപ്പൊ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ ഒരു ഉം, നമുക്ക് പഠിക്കേണ്ടുന്ന വ്യക്തിത്വങ്ങളാണ്. കാരണം ഇപ്പൊ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തു പോകാൻ പാടില്ല, അല്ലെങ്കിൽ പെണ്ണിനെ ഇവിടെ തന്നെ വീട്ടിനുള്ളിൽ തന്നെയാണ് ഇതാക്കാനുള്ളത്, കുടുംബമാണ് സംഭവം. ശരി തന്നെയാണ്, വീട്ടില് കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അത് നമ്മുടെ ആദ്യത്തെ ഒരു എന്താണ് ഉത്തരവാദിത്വം തന്നെ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റും നമുക്ക് ചെയ്യാമെന്നുള്ള സ്വഹാബ വനിതകളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് അവരുടെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ അവര് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ, ഇപ്പൊ കച്ചവടത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ യുദ്ധങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഇപ്പം പലരും ഉണ്ടല്ലോ കച്ചവടം ചെയ്തിട്ട് ദാനങ്ങൾ, ഇപ്പൊ ദാനം ചെയ്യണം എന്നുള്ളൊരു സംഭവം വന്ന സ്വതക്കന്റെ ഇത് വന്ന സമയത്ത് ഒരുപാട് കച്ചവടം ചെയ്തിട്ടാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ദാനം ചെയ്ത ആളുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയാ ഉദാഹരണങ്ങൾ സ്വഹാബ വനിതകളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഇവരെ പോലെയുള്ള സ്വഹാബ വനിതകളിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് ഏത് രംഗത്താണെന്നുണ്ടെങ്കിലും അത് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഈ കാലത്തൊക്കെ ജെൻഡർ ന്യൂട്രാലിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ, ആണിനെ പോലെ തന്നെ പെണ്ണിനും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്ന ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം വനിതകൾ എന്താണ് ശരിക്കും ഒരു ഉത്തമ ഉദാഹരണമാണ്. അതായത് എന്തും നമ്മൾക്ക് ആണിനെ പോലുള്ള അതേ ഈക്വാലിറ്റി എന്നുള്ളതിലല്ലല്ലോ, മനസ്സിലായോ, അവരെ പോലെ അതേപോലത്തെ ഒരു സ്ഥാനം എന്നുള്ളത്. പക്ഷെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ഇവിടെ കഴിയുന്നുണ്ടോ അതൊക്കെ നമ്മളുടെ ഒരു ഈ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള എല്ലാ അനുമതികളും ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സ്വഹാബ വനിതകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്തിൽ നമുക്കൊരു സർവേ കാര്യങ്ങളുണ്ട്, അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ബിസിനസ് സംബന്ധമായിട്ട് കുറച്ച് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് ആളുകളുടെ മുന്നിൽ പോയി നിൽക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നമുക്കുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും എന്തല്ല, ആം, അവിടുത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് മാറാനോ അല്ലെങ്കിൽ ബിസിനസ് എന്നൊക്കെ പറയുന്ന സമയത്ത് പല രൂപത്തിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ വരുന്നത്. പക്ഷെ അവിടെയൊക്കെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിച്ചുകൊണ്ട് ഏത് രംഗത്തും നമുക്ക് പോവാനും കടന്നു ഹലാലായത് കേട്ടോ, ഏതൊരു രംഗത്ത് കടന്നു ചെല്ലാനും ഉള്ള ഒരു അനുമതിയും അതേപോലെ തന്നെ എല്ലാം നമുക്ക് ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയും നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, പലരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ ഒക്കെ വരുന്നത്. പക്ഷെ അവിടെയൊക്കെ ഒരു ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ഇത് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അതൊന്നും ഒരു തടസ്സമായിക്കൊണ്ട് എവിടെയും പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷാഅല്ലാ, ഇത് എന്താ പറയാ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംസാരം പോലെ തോന്നിപ്പോയി. ഏതൊരു ഇപ്പത്തെ പുതിയ കുട്ടികളോടും ഒക്കെയുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ സംസാരമോ ഒക്കെ ആയിപ്പോയി. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും പിന്നെ ഇതിന് മുമ്പ് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പാട്ട് പാടുമായിരുന്നു. അപ്പോ നമുക്ക് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പിന്നെ എന്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, നമുക്ക് നമ്മളെ തിരിച്ചറിയാനും പ്രകൃതിയായിട്ട് നമ്മൾ അത്രത്തോളം ഇണങ്ങി നിൽക്കുമ്പോൾ നമുക്കത് പ്രകൃതിയെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചോൻ തന്നെ ഒരു കല എന്നൊക്കെ പറയണത്, അല്ലെ, ആർട്ട് എന്നൊക്കെ പറയണത്. അപ്പോ അതിനെ ഉപേക്ഷിച്ചപ്പോ, അല്ലെങ്കിൽ അത് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അതിനെ വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടായിരുന്നോ ഖദീജയ്ക്ക്? ചേട്ടാ, ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ട് നന്നായി പാടുന്ന ഒരു ആളായിരുന്നു. പാട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുത് മുതലേ എനിക്ക് തോന്നുന്നു, എനിക്കൊരു ബുദ്ധി വെച്ചപ്പോ മുതലേ ഞാൻ പാടുമായിരുന്നു. അത് ഞാനൊരു ബാത്റൂം സിംഗർ ആയിരുന്നു. അതൊക്കെ ഉറക്കെ പാടി, അത് എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ സ്കൂളിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാരന്റ്സ് വീട്ടിലേക്ക്, അല്ല, സ്കൂളിലേക്ക് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സിന് എപ്പോഴും ഉള്ള ഒരു ഇതായിരുന്നു, അതായത് ഈ കുട്ടിനെ നിങ്ങൾ പാട്ട് പഠിപ്പിക്കണം കേട്ടോ, അത് അവള് ഉയരങ്ങളിൽ എത്താനുള്ള കുട്ടിയാണ് എന്നാണ് അവരെപ്പോഴും പറയാ. എന്റെ 10ാം ക്ലാസ് വരെയും ആ ടീച്ചേഴ്സ്, 1 മുതൽ 10 വരെ ഞാൻ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അതില് ഓരോ വർഷവും എന്റെ പാരന്റ്സിനോട് അവർ പറയുമായിരുന്നു. പക്ഷെ എന്റെ പാരന്റ്സ് അത് ചെയ്തിട്ടില്ല. അന്ന് ചിലപ്പോൾ അവർക്കത്, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ അതൊരു ഹയറിലായി പോയി എന്നാണ് ഞാൻ ഇപ്പൊ കരുതുന്നത്. ചിലപ്പോൾ പാട്ടൊക്കെ പഠിച്ച് വല്ലൊക്കെ വേറെ രീതിയിൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും നല്ല പാടണമല്ലോ. പക്ഷെ അത് ഇസ്ലാം സ്വീകരിച്ചപ്പോഴും എനിക്ക് ആ ഒരു പാട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇസ്ലാം സ്വീകരിച്ച സമയത്ത് പാട്ട് പറ്റൂല. കാരണം അപ്പൊ നമുക്ക് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു, അറിവ് നമുക്കിങ്ങനെ ചില കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അത് എത്രത്തോളം എങ്ങനെ ഏത് എന്നൊക്കെ ഉള്ളത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കണതും ഇതാക്കണം. അപ്പൊ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഞാൻ അറിയണത് എന്താ വെച്ചാല് പാട്ട് പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ 2 വർഷം എടുത്തിട്ടാണ് ഞാനത് വളരെ കഷ്ടപ്പെട്ടിട്ട്, കാരണം ഓരോ സെക്കൻഡിലും ഞാൻ ഇങ്ങനെ പാടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പാട്ട് എന്റെ വാലില്ലാത്തൊരു സമയം ഉണ്ടാവാറില്ല. അപ്പൊ 2 വർഷം എടുത്തിട്ടാണ് വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യണത്, പാട്ട് പാടണത്. അതായത് കേൾക്കണതാണെങ്കിലും, നമുക്ക് പാട്ട് കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരാണല്ലോ. ഇപ്പൊ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഫിലിം സോങ്സ് ആണല്ലോ കൂടുതൽ നമ്മൾ കേൾക്കുക. അപ്പൊ അതിന്നൊക്കെ ഭയങ്കര ഒരു ആശ്വാസം കിട്ടണ പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മളതൊന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പൊ ഒരു 2 വർഷം എഴുതി ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നിർത്തിയത്. പാട്ട് പാടലും കേൾക്കലും ഒക്കെ അത് അങ്ങനെ നിർത്തിയത്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കുള്ളൊരു കല ഇസ്ലാമികപരമായിട്ടുള്ള ഒരു രീതിയിൽ എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു ഇത് വന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയാണല്ലോ, എന്ത് നമുക്ക് കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഇസ്ലാം അനുവദിച്ച ആ ഒരു വൃത്തത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തും എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഈ ഒരു കഴിവ് തന്നെ ഞാൻ നമ്മളുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, വിളക്കുമാടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരെ ഇതായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് അതിൽ ഇസ്ലാമിക ഗാനങ്ങൾ വിത്തൗട്ട് മ്യൂസിക്കിൽ ഇറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പാട്ടുകൾ പാടാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കുള്ള കഴിവുകൾ ഒരിക്കലും എന്ത് ചെയ്യാ, നശിപ്പിക്കാതിരിക്കാം, അത് ഇസ്ലാമികപരമായിട്ടുള്ള രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഖുറാനൊക്കെ ഓതുമ്പോ പിന്നെ ആ ഒരു ശബ്ദത്തെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം ഉണ്ടാവുമല്ലോ, അല്ലെ? നമ്മളിപ്പോ ഖുറാന് അപ്പോ ഒരു 2 ആയത്ത് ഓതുക, അല്ലെങ്കിൽ ഒരു ചെറിയ സൂറത്ത് ഓതുക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നു, ആ വോയിസ് ഒന്ന് കേൾക്കിയിരുന്നു അള്ളാന്റെ. അതിപ്പോ ഞാൻ പറയുന്നില്ല, പിന്നെ ഇൻഷാല്ലാ പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഒക്കെ ഇപ്പൊ ഖുറാൻ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ യൂട്യൂബിൽ വെച്ചിട്ട് ഇപ്പൊ മിഷാരി, അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മിഷാരി അൽഫാസി, അവരുടെ ഓത്താണ്. അപ്പൊ അവരുടെ ഓത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസാ.
അപ്പൊ അവരെ ഓത്ത് കേട്ടിട്ടാണ് ഞാൻ ഓരോ സൂറത്തും അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോഴും എനിക്ക് ഞാൻ എന്താണ് ഓരോ ഇത് എന്താ വെച്ചാല് ഓരോ സൂറത്തിനും ചിലപ്പം വേറെ 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 ട്യൂണായിരിക്കും ഉണ്ടാവുക. അപ്പോ എന്താണ് അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പാടുന്ന ആളായത് കൊണ്ടാവാം അങ്ങനെ ഓരോന്നിനും വേറെ വേറെ ആയതുകൊണ്ട് തന്നെ എനിക്കത് മറന്നു പോവാറില്ല. ഹലോ, പോയോ? കേൾക്കുന്നുണ്ടോ? അപ്പോ ഓരോന്നിനും ഓരോരോ ഇതിലാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ശ്രമിക്കാറുണ്ട് എല്ലാത്തിനും ഒരേ മനസ്സിലായി. ട്യൂണിൽ ഇങ്ങനെ ഇല്ല ഇല്ല കൊണ്ടുവന്നാലോ, അല്ലേ? ആ ആ ഒരേ ഇതിൽ കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് എപ്പോഴും പറ്റുന്നത് എന്താ വെച്ചാല് ആ ഒരു രൂപത്തിൽ തന്നെ ഓരോ സൂറത്തിനും ഓരോരോ രൂപത്തിലുള്ള ഈണവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളൊരു ഓത്താണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അൽഹംദുലില്ലാ. അതൊരു ഒരു പുതിയ അറിവാണിത്. അല്ലെ, പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മിഷാരി കവിയാണല്ലോ, പിന്നെ പാട്ടുകാരനാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്കും ഇഷ്ടമാണ് അതെ. മിഷാരി ഓത്ത് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇനി എന്തെങ്കിലും എക്സ്ട്രാ നമ്മളോട് പറയാനോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? കുറച്ചൊരു സമയം കൂടെ ബാക്കിയുണ്ട്. ഒരു പൊതുവായിട്ട് അല്ല, ഞാൻ പറയാ, നമ്മളൊരു സൊസൈറ്റിനകത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മള് മുസ്ലിംസിന്റെ ഒരു ഉമ്മത്തിന്റെ കൂടെ ജീവിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്റെ കയ്യിലുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് പേർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ദവത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോ ആ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ പിന്നെ ഖദീജയുടേതായ രീതിയിലുള്ള എന്താ പറയാ, മറ്റുള്ളവരിലേക്ക് ഇസ്ലാമിനെ എത്തിക്കുന്ന രീതി, അല്ലെങ്കിൽ നന്മ എത്തിക്കുന്ന രീതികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എന്താണ് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയിൽ ഇപ്പൊ എനിക്ക് പറയാൻ ഉള്ളത് എന്താ വെച്ചാല് ഇപ്പം ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു രീതിയുണ്ട്. അതായത് മറ്റുള്ള എൻ്റെ കൂടെയുള്ള ആളുകളുടെ ഒരു ജീവിതം ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ജീവിതം കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ആക്കാനുമുള്ള ഒരു ഇതുണ്ടാവുകയും അത് എന്നെ ഹിദായത്തിലേക്കും എത്തിച്ച ഒരു രീതിയുണ്ട്. അപ്പം എനിക്ക് അൽഹംദുലില്ലാ 4 മക്കളുണ്ട്. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഈ മക്കളെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും കുടുംബം തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അവളുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ മറ്റുള്ളവർക്ക് ഒരു ഹിദായത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഏത് രൂപത്തിൽ പ്രാപ്തയാക്കണോ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നത്. ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് നാളത്തേക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്, അവരിപ്പോൾ ഏത് രംഗത്താണെന്നുണ്ടെങ്കിലും ആ രംഗത്ത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു ഹിദായത്ത് കിട്ടണം ഇവരെ ജീവിതം കണ്ടിട്ട്. അതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങളടുത്ത് എല്ലാവരുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ നമ്മളുടെ മക്കളെ നമ്മളെല്ലാവരും സ്ത്രീകളാണ്. അപ്പൊ നമ്മളുടെ മക്കൾ എന്നുള്ളത് നമ്മളൊരു അമാനത്താണ്. ആ മക്കളെ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കിയിട്ട് വളർത്താനും ഇസ്ലാമിനെ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇത് നമ്മുടെ മക്കളിലൂടെ നേടുക എന്നുള്ളതാണ് എനിക്ക് ആ ഒരു രൂപത്തിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇപ്പൊ അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ ഈ ഒരു ദഅവത്തുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ തന്നെയാണ് ഉള്ളത്. അൽഹംദുലില്ലാ, അത് ഞാൻ പറഞ്ഞല്ലോ, പടച്ചോനോട് എത്ര നന്ദി പറഞ്ഞാലും അത് എനിക്ക് തീരില്ല. കാരണം അത്രയ്ക്ക് ഞാൻ അതന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് സജ്ജനങ്ങളുടെ ഇടയിൽ പെടുത്തണം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം പടച്ചോൻ എന്നെ ആ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ വൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് പേർക്ക് ദൈവത്ത് ചെയ്യാനും ഹിദായത്തിന് എത്തിച്ചു കൊടുക്കാനും എനിക്കും എൻ്റെ മക്കളിലൂടെ ഒക്കെ സാധിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. പലപ്പോഴും പാരന്റ്സ് എന്നുള്ള നിലയ്ക്ക് എന്താണ് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ പലരും ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. എന്റെ മക്കൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ മാർഗത്തിലേക്ക് കുറച്ച് കുട്ടികളെ എനിക്ക് കൊടുക്കണം, പുതിയ എന്താ പറയാ, ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 കുറച്ച് കുട്ടികളെ എനിക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഉമ്മ എല്ലാവർക്കും മാതൃകയാകട്ടെ. ഏതായിരുന്നാലും ഇന്ന് നമ്മളുടെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഖദീജക്ക് എന്തെങ്കിലും ബാക്കി പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അള്ളാ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇരുന്ന പേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഖദീജ,
എന്താ പറയാ, പിന്നെ വേറെ ഒരു ഒരു മോഡിയും ഇല്ല. ഞാൻ എന്താ പറയാ, നമ്മളൊക്കെ അവർക്ക് പുതിയ ആളുകളാണ്. എനിക്ക് പഴയ ആദ്യമേ അറിയുന്ന എത്ര ആളുകൾ ഇങ്ങോട്ട് വരി, നമ്മളിവിടെ പറയുകയാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരാത്ത, എന്താ പറയാ, കുറെ ആളുകളിലേക്ക് നമ്മളിങ്ങനെ ഒരു വാർത്ത പറഞ്ഞപ്പോൾ ഞാനും ഉണ്ട് നിങ്ങളുടെ കഥ കേൾക്കാൻ എന്ന് പറഞ്ഞ ഒരു ടീമാണ് പേഴ്സ് ഓഫ് ചെയ്ത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, അവരുടെ അവരുടെ ഇഷ്ടങ്ങള് നമ്മളിങ്ങനെ അറിയിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്തോ അവരുടെ കൂടെയുള്ള ആളുകളാണ് എന്നുള്ള ഒരു ചിന്ത വരികയാണ്. നമുക്ക് അവരൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടെ അതിന്റെ ഒരു ഭാഗമാണ്. ഏതായിരുന്നാലും പേഴ്സ് ഓഫ് ഫെയ്ത്തിന് ഇങ്ങനെ ഒരു ടീമിനെ നമുക്ക് കിട്ടിയ തന്നെ വലിയൊരു അൽഹംദുലില്ലാ, കുറച്ച് ആളുകളെ കിട്ടിയതിൽ ഞാൻ നന്ദി എന്ന് പറയണില്ല. ഏതായിരുന്നാലും അതൊരു പ്രാർത്ഥനയാകട്ടെ എല്ലാവർക്കും. എന്താ പറയാ, ഈ ഇരുത്തവും ഈ ഒരു സംസാരവും നമുക്ക് നാളേക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഹിർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.